ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് സിവിൽ സർവീസ് മെയിൻസ് പരീക്ഷ വരാൻ പോവുകയാണ് അല്ലേ? നമുക്കറിയാം ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ, സിവിൽ സർവീസ് മെയിൻസിന്റെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ നമുക്ക് മാർക്കും റാങ്കും ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ സിമ്പിൾ സ്ട്രാറ്റജിയാണ് മാപ്പുകളുടെ ഇൻകൾക്കേഷൻ. ജി എസ് പേപ്പർ 1, 2, 3, ഈവൻ ജി എസ് പേപ്പർ 4, എത്തിക്സ് പേപ്പറിൽ പോലും നമ്മൾ മാപ്സ് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ആൻസേഴ്സ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. നമുക്ക് അതുകൊണ്ട് തന്നെ മാർക്ക് കൂട്ടാൻ പറ്റും, പ്രസന്റേഷന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഈവൻ എസ് എ പേപ്പറിൽ പോലും സ്മാർട്ടായി നമുക്ക് മാപ്സ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യൻ മാപ്പ്, വേൾഡ് മാപ്പ്, അല്ലെങ്കിൽ യൂറോപ്പിന്റെ മാപ്പ്, ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡിങ് ഇന്റർനാഷണൽ റിലേഷൻസ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മാപ്സ് എങ്ങനെയാണ് സ്മാർട്ടായി മെയിൻസ് ആൻസേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നുള്ള ക്ലാസ് റിനോമിസ് എടുത്തിരുന്നതാണ്. ഈ ക്ലാസ് കൃത്യമായി ഫോളോ ചെയ്യുക. മെയിൻസിന്റെ നിങ്ങളുടെ പെർഫോമൻസ് വളരെയധികം എൻഹാൻസ് ചെയ്യുന്നതായിരിക്കും. അനധി വ്ലോഗ്സ് ചാനൽ സിവിൽ സർവീസ് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി ധാരാളം വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ അത്തരം വീഡിയോസിന്റെ കണ്ടന്റ് എന്ത് വേണമെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ഫ്രീ ക്ലാസ്സസിൽ കൂടെ കോമ്പറ്റീഷൻ പുഷ് ചെയ്യാനും അതുപോലെ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനുമാണ് ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സപ്പോർട്ടുകളും കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. സിവിൽ സർവീസ് മെയിൻസ് ഈ വർഷം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതൊരു സ്റ്റുഡൻസ് മൂവ്മെന്റ് ആണ്. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം, ആഴത്തിൽ പഠിക്കാം, അടിപൊളിയായി പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Good morning all. Today we are going to discuss how to use maps in UPSC mains. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് ഉള്ള ഒരു ഏരിയ ആണ് എങ്ങനെയാണ് മാപ്സ് UPSC എക്സാമിന് നമ്മൾ വരയ്ക്കുക. കാരണം ഒരു 8 മിനിറ്റ്സ് ഒക്കെയാണ് ഒരു ആൻസർ എഴുതാൻ നമുക്ക് കിട്ടുന്ന സമയം. പക്ഷെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ടോപ്പേഴ്സിന്റെ ആൻസർ കോപ്പീസിൽ അവര് വേൾഡ് മാപ്പും അതുപോലെ തന്നെ ഇന്ത്യൻ മാപ്പും വരച്ചിട്ട്. അപ്പൊ കുറെ പേർക്ക് സംശയമാണ്, ഞങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ലല്ലോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് വരയ്ക്കുക, ഞങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കാര്യം ഇത്രയും ചെറിയൊരു സമയത്തിനുള്ള, അതായത് സാധാരണ നമുക്ക് 1 മിനിറ്റ് അല്ലെങ്കിൽ 30 സെക്കൻഡ്സ് ഒക്കെയാണ് ഒരു മാപ്പ് വരയ്ക്കാനായിട്ട് കിട്ടുക. അപ്പൊ എങ്ങനെയാണ് 30 സെക്കൻഡ്സിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ 1 മിനിറ്റിന്റെ ഉള്ളിൽ വേൾഡ് മാപ്പ് വരയ്ക്കുക, ഇന്ത്യൻ മാപ്പ് വരയ്ക്കുക, ഇങ്ങനെ കുറെ സംശയങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഞങ്ങൾ വരയ്ക്കുന്ന മാപ്പ് ഇപ്പൊ ഞങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ലല്ലോ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്ന മാപ്പ് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ അത് മാർക്ക് കുറയോ, അതുപോലെ മാപ്പ് വരയ്ക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ, അതുപോലെ തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ മാപ്പ് യൂസ് ചെയ്യേണ്ടത്, ഇനി ചില ക്വസ്റ്റ്യൻസിൽ ഒരു ഫുൾ വേൾഡ് മാപ്പിന്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഫുൾ ഇന്ത്യയുടെ ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പൊ UPSC പ്രിപ്പയർ ചെയ്യുന്ന എന്നാൽ എന്താ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയേക്കുന്ന ആൾക്കാർ, ഇനി മെയിൻസ് എഴുതാനുള്ള ആൾക്കാർ, അല്ലെങ്കിൽ UPSC ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു ഡ്രോ ഇന്ത്യൻ മാപ്പ് ആൻഡ് ഹൗ ടു ഡ്രോ വേൾഡ് മാപ്പ് ആൻഡ് ഹൗ വി ക്യാൻ യൂസ് ഇറ്റ് ഇൻ ദി ഡിഫറെന്റ് മെയിൻസ് ആൻസേഴ്സ്. ഓക്കെ, അപ്പൊ അതിന് 1-2 എക്സാമ്പിൾസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ മാപ്പാണ്. ഓക്കെ, അപ്പോ ഇന്ത്യൻ മാപ്പ് വരയ്ക്കുമ്പോൾ ഞാൻ ആദ്യമേ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഒരിക്കലും മാപ്പ് വരയ്ക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെർഫെക്റ്റ് മാപ്പ് എന്നൊരു സംഭവം വരയ്ക്കണമെന്ന് നിർബന്ധമില്ല. അതിൽ കുറച്ച് കണ്ടാൽ നമുക്ക് ആ ഒരു സംഭവമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ UPSC ടോപ്പേഴ്സിന്റെ ആൻസർ കോപ്പീസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അതിൽ പലരും വരച്ചേക്കുന്ന മാപ്പ് എന്ന് പറയുന്നത് എന്താ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ്. അല്ലാതെ അത് ഒരു എന്താ പറയാ എക്സലന്റ് മാപ്പ് അല്ലെങ്കിൽ ഒരു എക്സലന്റ് ഡ്രോയിങ് എന്നൊന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ ഡ്രോയിങ് സ്കില്ലല്ല അളക്കുന്നത്, റാദർ ദാൻ നിങ്ങളുടെ ആൻസറിന്റെ പ്രസന്റേഷൻ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ മാപ്പ് വരയ്ക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് പഠിപ്പിച്ചു തരാം. അപ്പോൾ എനിക്കും ഒരു പ്രശ്നമുണ്ട്, അതായത് ഈ കമ്പ്യൂട്ടറിൽ വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ യൂഷ്വലി പേപ്പേഴ്സിലും ബോർഡിലുമാണ് വരയ്ക്കുക. അപ്പൊ ബോർഡിലും പേപ്പേഴ്സിലും വരയ്ക്കുമ്പോൾ എനിക്ക് പൊതുവെ എളുപ്പമാണ് വരയ്ക്കാൻ. പക്ഷെ ഈ കമ്പ്യൂട്ടറിലോട്ട് വരയ്ക്കുമ്പോൾ എങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് വരയ്ക്കാൻ. പക്ഷെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ത്യൻ മാപ്പ്. ഇന്ത്യൻ മാപ്പ് വരയ്ക്കുമ്പോൾ ആദ്യം നിങ്ങൾ ജമ്മു ആൻഡ് കശ്മീരിന്റെ ഭാഗം വരയ്ക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ജസ്റ്റ് ഒരു ബട്ടർഫ്ലൈനെ വരയ്ക്കുന്ന പോലെ വരയ്ക്കുക. അതാണ് നമ്മുടെ ജമ്മു ആൻഡ് കശ്മീരിന്റെ ഭാഗം. അപ്പൊ ജമ്മു ആൻഡ് കശ്മീർ ആൻഡ് ലഡാക്ക് ഈ 2 ഭാഗങ്ങളെ നമ്മൾ കാണിക്കുന്നത് ജസ്റ്റ് ഒരു ബട്ടർഫ്ലൈയുടെ രൂപത്തിലാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉത്തരാഖണ്ഡിന്റെ ഭാഗത്തായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു വെട്ട് വരണം. ഇത് ഇവിടം വരെയാണ് ഉത്തരാഖണ്ഡ്. അപ്പം ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് വരയ്ക്കാം. അപ്പൊ ഉത്തരാഖണ്ഡ് നമ്മൾ വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ താഴോട്ടേക്ക് വന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒരു വെട്ട്, അതാണ് ഉത്തരാഖണ്ഡ്.
ഇനി അവിടെ നിന്ന് നേരെ പോയിട്ട് അപ്പൊ നമുക്കറിയാം ഇന്ത്യയുടെ ഉത്തരാഖണ്ഡിന്റെ ഇടയ്ക്കായിട്ട് നേപ്പാൾ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒരു ഹമ്പ് പോലെ വരയ്ക്കുക. ഇതാണ് നമ്മുടെ സിക്കിമിന്റെ റീജിയൻ. കാരണം നമുക്കറിയാം ഈ ഒരു ഭാഗത്തായിട്ട് നേപ്പാൾ കിടക്കുന്നുണ്ട്. ഇനി സിക്കിം വരച്ചതിന് ശേഷം നമുക്ക് ഭൂട്ടാൻ ഉണ്ട്. സിക്കിമിന്റെ തൊട്ടപ്പുറത്ത് ഭൂട്ടാൻ ഉണ്ട്. അപ്പൊ ഭൂട്ടാൻ ഒരു സ്പേസ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരുണാചൽ പ്രദേശിന്റെ ആ ഒരു ഹൈക്ക് വരയ്ക്കുക. പിടികിട്ടിയോ? അരുണാചൽ പ്രദേശിന്റെ ഒരു ഹൈക്ക് വരച്ചിട്ട് പിന്നെ നമ്മൾ താഴോട്ടേക്ക് പോകുമ്പോൾ മിസോറാമും ത്രിപുരയും വരയ്ക്കാം. അപ്പൊ നമ്മുടെ ആ ഒരു സൈഡ് ക്ലിയർ ആയി. ഇനി ഇപ്പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് രാജസ്ഥാൻ ഡെസേർട്ടിന്റെ ഒരു റീജിയൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ബൾജ് ചെയ്തായിരിക്കുന്നത്. അത് ഞാൻ ബൾജ് ചെയ്ത് വരച്ചു. അതിനുശേഷം ഞാൻ ഗുജറാത്ത് വരയ്ക്കുകയാണ്. അപ്പൊ ഗുജറാത്തില് കച്ച് കത്തിയാവാർ പെനിൻസുല ഉണ്ട്. കച്ചും വരയ്ക്കണം, കത്തിയാവാർ പെനിൻസുലയും വരയ്ക്കണം. അതിനുശേഷം ഞാൻ താഴോട്ടേക്ക് പോവുകയാണ്. താഴോട്ടേക്ക് വന്ന് സൗത്ത് ഇന്ത്യ വരയ്ക്കുകയാണ്. സൗത്ത് ഇന്ത്യ വരച്ച് നമ്മൾ തിരിച്ച് മേളിലോട്ട് കയറി വരുമ്പോൾ ഓക്കെ. അപ്പോൾ ഞാനിവിടെ സൗത്ത് ഇന്ത്യ വരയ്ക്കുകയാണ്. ഇത്രയും പഠിച്ചു വേണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ഗുജറാത്ത് വരച്ചു. ഇനി ഗുജറാത്ത് വരച്ചു, രാജസ്ഥാന്റെ ഡെസേർട്ടിക് പോർഷൻ വരച്ചു. ഇനി ഞാൻ താഴോട്ടേക്ക് വരികയാണ്. താഴോട്ടേക്ക് വന്നതിന് ശേഷം ഇവിടെ നിന്ന് മുകളിലോട്ട് കയറുമ്പോൾ സീമ റീജിയന്റെ അവിടെയായിട്ട് ഒരു ഒടിവ് കാണിക്കാം. അതിനുശേഷം ഇവിടെ ആയിട്ട് ഒരു വെട്ട് കാണിക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ മേഘാലയ, പിന്നെ ഇങ്ങനെ. അപ്പോൾ ഏകദേശം ഒരു മാപ്പാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് എടുത്തു പറഞ്ഞു, അതായത് എനിക്ക് പൊതുവെ ഇതിന്റെ ഉള്ളിൽ വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പേപ്പറിൽ വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർക്കേണ്ടത്. അതായത് ജമ്മു ആൻഡ് കശ്മീരിന്റെ ഭാഗം വരയ്ക്കുക, അതൊരു ബട്ടർഫ്ലൈനെ പോലെ വരയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഉത്തരാഖണ്ഡ്, ഹിമാചൽ ഉത്തരാഖണ്ഡ് റീജിയൻ ഇവിടെ വന്ന് നിൽക്കും. ഉത്തരാഖണ്ഡ് ഇവിടെ കൊണ്ട് തീരുകയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നേപ്പാളിന്റെ സ്പേസാ. ഈ നേപ്പാളിന്റെ സ്പേസ് കഴിഞ്ഞിട്ട് ഇവിടെ ആയിട്ട് ഒരു ഹമ്പ് പോലെ, ഇതാണ് നമ്മുടെ സിക്കിം എന്ന് പറയുന്ന സംഭവം. ഇതാണ് നമ്മുടെ സിക്കിം എന്ന് പറയുന്ന സംഭവം. അത് കഴിഞ്ഞ് പിന്നെ നടുക്കൊരു വെട്ട് കൊടുക്കുക. അവിടെയാണ് നമ്മുടെ ഭൂട്ടാൻ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അരുണാചൽ പ്രദേശിന് ചെറിയൊരു ഇത് കൊടുക്കുക, കയറ്റം പോലെ. അതിനുശേഷം താഴോട്ടേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ മിസോറാമും അതുപോലെ തന്നെ ഇവിടെ ത്രിപുര എന്ന് പറയുന്ന സ്ഥലം. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ബംഗ്ലാദേശ് ഇരിക്കുന്ന സ്പേസ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഓർത്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഇവിടെ ബംഗ്ലാദേശ്, അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ റായൽസീമ റീജിയൻ, നമ്മുടെ ആന്ധ്രാപ്രദേശിന്റെ അവിടെയുള്ള ഒടിവാണ് ഈ കാണുന്നത്. അതിനുശേഷം താഴോട്ടേക്ക് വരുന്നു. താഴോട്ടേക്ക് കേരള, അല്ല സോറി, തമിഴ്നാട്, കേരള. അത് കഴിഞ്ഞ് ഇങ്ങനെ കയറി വന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഗൾഫ് ഓഫ് കമ്പത്ത്, ഈ നിങ്ങൾ കാണുന്നതാണ് ഗൾഫ് ഓഫ് കമ്പത്ത് ഓർ ഗൾഫ് ഓഫ് ക്യാമ്പെ. അത് കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോ ഇത് കത്തിയാവാർ പെനിൻസുല. ഈ സാധനം കത്തിയാവാർ പെനിൻസുല. അത് കഴിഞ്ഞ് ഈ ചെറിയൊരു കുഴി കാണാലോ, ഇതാണ് ഗൾഫ് ഓഫ് കച്ച്. അത് കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോ കച്ച് പെനിൻസുല. അത് നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ഇത് നമ്മുടെ രാജസ്ഥാന്റെ പോർഷനാണ്, ഡെസേർട്ടിക് റീജിയൻ, രാജസ്ഥാൻ ഡെസേർട്ട് ആണ് ആ കാണുന്നത്. അപ്പോൾ ഇത്രയും ഫിസിക്കൽ ഫീച്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ മാപ്പായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. എന്നാലും നമുക്ക് വേണമെങ്കിൽ ഒരു പണി ചെയ്യാം, ഒരു തവണയും കൂടെ വരച്ചു നോക്കാം. അപ്പൊ ഞാൻ ക്ലിയർ ആയിട്ട് ഒന്നും കൂടെ പറയാം ഓരോ ഭാഗങ്ങളും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഒരു ബട്ടർഫ്ലൈ പോലെ നമ്മൾ എന്ത് വരയ്ക്കുകയാണ്, ഒരു ബട്ടർഫ്ലൈ പോലെ നമ്മൾ ലഡാക്ക് അതുപോലെ തന്നെ ജമ്മു ആൻഡ് കശ്മീർ റീജിയൻ വരയ്ക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞ് ഈ ഒരു ഭാഗം ഉത്തരാഖണ്ഡിന്റെ ആ ഒരു ഹിമാചൽ ഉത്തരാഖണ്ഡ് ഡിവിഷൻ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി കഴിയുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ എന്ത് വരയ്ക്കുകയാണ്, സിക്കിം റീജിയൻ വരയ്ക്കുന്നു. സിക്കിം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഭൂട്ടാൻ ഉണ്ട്, ഭൂട്ടാൻ വരയ്ക്കുന്നു. ഭൂട്ടാന് ശേഷം നമ്മൾ ഇവിടെ നോർത്ത് ഈസ്റ്റിലുള്ള നമ്മുടെ അരുണാചൽ പ്രദേശ് റീജിയൻ വരുന്നുണ്ട്. ഓക്കെ, ഇത് കുറച്ചും കൂടെ ലോവർ ചെയ്ത് വരയ്ക്കണം. സോറി. ഓക്കെ, ഉത്തരാഖണ്ഡ് കഴിഞ്ഞ് നേപ്പാള് കഴിഞ്ഞ് സിക്കിം കഴിഞ്ഞ് ഭൂട്ടാൻ കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞു അരുണാചൽ പ്രദേശിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ മിസോറാം, ഇവിടെ നമ്മുടെ ത്രിപുര, ഇവിടെ മേഘാലയക്ക് ഇരിക്കാനുള്ള സ്പേസ് കൊടുക്കുക.
അതിനുശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ഏതാണ് രാജസ്ഥാന്റെ റീജിയൻ. രാജസ്ഥാൻ റീജിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജസ്ഥാന്റെ ഡെസേർട്ടിക് പോർഷൻ, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. രാജസ്ഥാന്റെ ഡെസേർട്ടിക് ഡിവിഷൻ. രാജസ്ഥാന്റെ ഡെസേർട്ടിക് ഡിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എന്താ ഗൾഫ് ഓഫ് സോറി റാൻ ഓഫ് കച്ച്. റാൻ ഓഫ് കച്ച് കഴിഞ്ഞാൽ ഗൾഫ് ഓഫ് കച്ച്. അത് കഴിഞ്ഞ് കത്തിയാവ റീജിയൻ, ദെൻ ഗൾഫ് ഓഫ് ക്യാമ്പെ. ഗൾഫ് ഓഫ് ക്യാമ്പെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ താഴോട്ടേക്ക് വരുന്നു. നേരെ താഴോട്ടേക്ക് വരുമ്പോൾ ഇന്ത്യൻ പെനിൻസുലയാണ് നമ്മൾ ഈ വരയ്ക്കുന്നത്. ഇന്ത്യൻ പെനിൻസുല താഴെ എത്തിക്കഴിഞ്ഞ് മുകളിലോട്ട് പോകുമ്പോൾ അവിടെ റായൽസീമ റീജിയനിലായിട്ട് നമ്മൾ ഒരു ഒടിവ് കൊടുക്കുന്നു. ആ ഒടിവ് കൊടുത്ത് നമ്മൾ മേളിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ വെസ്റ്റ് ബംഗാളിന് ഇരിക്കാൻ ഒരു സൈഡ് കൊടുക്കുക. അതിനുശേഷം സിലിഗുരി കോറിഡോർ. സിലിഗുരി കോറിഡോറിന് ഇവിടെ മേഘാലയ. അപ്പോൾ ഇതാണ് ഇന്ത്യൻ മാപ്പ്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു റീജിയൻ ആണ് എന്ത്, നമ്മുടെ ലഡാക്ക് ജമ്മു ആൻഡ് കാശ്മീർ റീജിയൻ വരിക. ഈ ഒരു റീജിയൻ ആണ് നമ്മുടെ ഉത്തരാഖണ്ഡിന്റെ ഡിവിഷൻ വരിക. ഇതിന്റെ ഇടയിലായിട്ടാണ് നമ്മൾ പറഞ്ഞ നേപ്പാൾ എന്ന് പറയുന്ന ഭാഗം. ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭൂട്ടാന്റെ റീജിയൻ കാണാം. ഇത് അരുണാചൽ പ്രദേശ് ആണ് ഇത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇത് മിസോറാമും ഇത് ത്രിപുരയും. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് നോക്കുക. പിന്നെ നമ്മൾ ഇവിടെ മേഘാലയക്ക് കുറച്ച് സ്പേസ് കൊടുത്തു. മേഘാലയ കഴിഞ്ഞാൽ ഇവിടെ ബംഗ്ലാദേശിന് കുറച്ച് സ്പേസ് കൊടുത്തു. ഇവിടെ നമ്മുടെ എന്താ ആന്ധ്രയുടെ അവിടെ വരുന്ന ഒരു ഒടിവാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗൾഫ് ഓഫ് ക്യാമ്പെ കാണാം. ഇത് ഗൾഫ് അല്ല, കത്തിയാവാർ പെനിൻസുല. ഇത് കച്ച് പെനിൻസുല. ഇൻ ബിറ്റ്വീൻ ഗൾഫ് ഓഫ് കച്ച്, പിന്നെ നമ്മുടെ രാജസ്ഥാന്റെ ഡെസേർട്ടിക് റീജിയൻ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇന്ത്യൻ മാപ്പ് വരയ്ക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷൻസ് നോക്കാൻ പോവുകയാണ്. കാരണം ഫിസിക്കൽ ഡിവിഷൻസ് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫിസിക്കൽ ഡിവിഷൻസ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇന്ത്യയുടെ 6 ഫിസിക്കൽ ഡിവിഷൻസ് അറിയാം. ഇന്ത്യയുടെ 6 ഫിസിക്കൽ ഡിവിഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും അവരിയ്ക്കുന്ന സ്ഥലങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ മെയിൻസിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പൊ ആ സ്ഥലങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇന്ത്യയുടെ 6 ഡിവിഷൻസ് നോക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ മാപ്പ് വരച്ചു പഠിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഒറ്റയടിക്ക് നിങ്ങൾ വരയ്ക്കാൻ പഠിക്കുമെന്ന്. ഒരിക്കലും നിങ്ങൾ വരയ്ക്കാൻ പഠിക്കില്ല. ഒരുപാട് വരച്ചു വന്നാലേ ഇത് ശരിയാവത്തുള്ളൂ. അപ്പൊ നോക്കിക്കോ, ഹിമാലയം ചോദിക്കുകയാണെങ്കിൽ ഇത് ഇവിടെയാണ്. നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഭാഗവും ഉത്തരാഖണ്ഡ് ഹിമാചൽ റീജിയനും ഇത് ചെയ്യണം. പിന്നെ നമ്മുടെ ഹിമാലയത്തിന്റെ ഭാഗമാണ് സിക്കിം വരുന്ന ഈ ഒരു ഭാഗം, പിന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. ഇത്രയാണ് നമ്മുടെ ഹിമാലയൻ ഡിവിഷൻസ് എന്ന് പറയുന്നത്. ഇനി ഹിമാലയൻ ഡിവിഷൻസിന്റെ തൊട്ട് താഴെയായിട്ട് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് വരയ്ക്കാൻ പറഞ്ഞാൽ രാജസ്ഥാൻ തുടങ്ങി ആസാം റീജിയൻ വരെ വരച്ചോളുക. ഈ ഗ്രീൻ കളറിൽ ഞാൻ മാർക്ക് ചെയ്യുന്നതാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് എന്ന് പറയുന്നത്. അതപ്പോ ഇവിടം തുടങ്ങി ഇവിടം വരെ കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മളോട് ഡെസേർട്ട് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. ഡെസേർട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ രാജസ്ഥാന്റെയും ഗുജറാത്തിന്റെയും കുറച്ച് ഭാഗം, ഇതാണ് ഡെസേർട്ടിക് റീജിയൻ എന്ന് പറയുന്നത്. ഈ റെഡ് കളറിൽ കാണുന്നതാണ് ഡെസേർട്ടിക് റീജിയൻ എന്ന് പറയുന്നത്. ഇനി നമ്മളോട് പെനിൻസുലാർ റീജിയൻ ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ പെനിൻസുലാർ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം വരയ്ക്കാം. ഈ ബ്രൗൺ കളറിൽ ഞാൻ മാർക്ക് ചെയ്യുന്ന റീജിയൻ ആണ് പെനിൻസുലാർ റീജിയൻ. ഈ ഒരു ഭാഗമാണ് പെനിൻസുലാർ റീജിയൻ. ഇനി കോസ്റ്റൽ റീജിയൻ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ കോസ്റ്റൽ റീജിയനിൽ നിങ്ങൾക്ക് ഇവിടം തുടങ്ങി ഈ 2 സൈഡിലുള്ള ഈ ബ്ലൂ കളറിൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണ് കോസ്റ്റൽ റീജിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ബ്ലാക്ക് കളറിൽ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നതാണ് ഹിമാലയാസ്. അതുപോലെ തന്നെ ഗ്രീൻ കളറിൽ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നതാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് എന്ന് പറയുന്ന ഡിവിഷൻ. ഇനി ബ്രൗൺ കളറിൽ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നതാണ് പെനിൻസുലാർ പ്ലേറ്റ്യൂ. അതിനെയാണ് നമ്മൾ പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ റെഡ് കളറിലോട്ട് വരുമ്പോൾ അവിടെ കാണുന്നതാണ് ഡെസേർട്ട്, ഇന്ത്യയുടെ ഡെസേർട്ട് റീജിയൻ. ഇനി ബ്ലൂ കളറിൽ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നതാണ് കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസാസ്റ്റർ സംബന്ധിച്ചാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമ്മളോട് ഐലൻഡ്സ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ലക്ഷദ്വീപിയൻ ഐലൻഡ്സ് ഇങ്ങനെ കാണിക്കുക, ഇവിടെ ആൻഡമാൻ ഐലൻഡ്സും
ഇവിടെ ആൻഡമാൻ ഐലൻഡ്സും ഇവിടെ നിക്കോബാർ ഐലൻഡ്സും കാണിക്കുക. ഓക്കെ, അപ്പൊ ഒരു കാര്യമുണ്ട്, ഇത് നമുക്ക് ഉപകാരപ്പെടുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. മിക്കവാറും നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും എർത്ത് ക്യൂക്ക് പ്രോൺ സോൺസ് ഏതാ. അപ്പൊ എർത്ത് ക്യൂക്ക് പ്രോൺ സോൺ നമുക്കറിയാം ഇന്ത്യയിൽ ഹിമാലയൻ റീജിയൻ. അപ്പൊ ആ ഹിമാലയൻ റീജിയൻ മൊത്തം മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ സുനാമി സൈക്ലോൺസ് ഉണ്ടാവുന്ന റീജിയൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റൽ റീജിയൻസ് മാർക്ക് ചെയ്യുക. ഡ്രൗട്ട് ഉണ്ടാവുന്ന റീജിയൻ ഏതാന്ന് വെച്ചാൽ മഹാരാഷ്ട്രയുടെ ഈ ഒരു റീജിയൻ, മഹാരാഷ്ട്ര റീജിയനും അതുപോലെ തന്നെ നമ്മുടെ ആന്ധ്രാപ്രദേശിന്റെ റീജിയൻസും മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കാൻ പഠിക്കുക. അതിനുശേഷം 6 ഫിസിക്കൽ ഡിവിഷൻസ് മാർക്ക് ചെയ്യാനായിട്ട് പഠിക്കുക. 6 ഫിസിക്കൽ ഡിവിഷൻസ് മാർക്ക് ചെയ്യാനായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കുക ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആ ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇത് നോക്കിക്കേ. വൈ is the southwest monsoon called Purvariya in Bhojpur region? How has this directional seasonal wind system influenced the cultural ethos of this region? ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിങ്ങൾ എന്ത് മാപ്പ് വരയ്ക്കണം എന്നുള്ളതാണല്ലോ. ഞാൻ ഈ ക്വസ്റ്റ്യൻ അല്ല നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചത് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഇന്ത്യൻ ജോഗ്രഫി പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും സൗത്ത് വെസ്റ്റ് മൺസൂൺ എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പൊ ആ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കണം, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡുകൾ വരുന്നത് വരയ്ക്കണം. അപ്പൊ ഞാൻ അതിൽ ഒരു ജസ്റ്റ് ഒരു മാപ്പ് ഞാൻ വരച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡുകൾ വരുന്നതെന്ന്. ഓക്കെ, ഇപ്പൊ ഇന്ത്യ വരച്ചു നമ്മള്. നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഇവിടെ ഉണ്ട്. ഇനി ഇത് ഇക്വേറ്റർ ആണ്. അപ്പോ നിങ്ങൾ മൺസൂൺ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം മൺസൂൺ വിൻഡുകൾ സദേൺ ഹെമിസ്ഫിയറിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് നോർത്തേൺ ഹെമിസ്ഫിയറിലോട്ട് വരുമ്പോൾ അവിടെ വിൻഡിന്റെ ഡയറക്ഷനിൽ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ സൗത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡുകളായിട്ട് വരുന്ന വിൻഡുകൾ അത് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡുകളായിട്ട് മാറും. അപ്പൊ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ മൺസൂൺ വിൻഡുകൾ ഇങ്ങനെ വന്നാണ് കയറുന്നത്. അപ്പൊ ഇവര് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് പൂർവരിയ എന്ന് വിളിക്കുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ തട്ടി, ഈ സംഭവം ഈ മൺസൂണൽ വിൻഡുകൾ ഇവിടെ തട്ടി നോർത്ത് ഈസ്റ്റേൺ റീജിയൻസിലോട്ടും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിലോട്ടും കടന്നു. അപ്പൊ ഈ ഇത് വരുന്നത് പൂർവരിയ എന്ന് പറഞ്ഞാൽ പൂർവം എന്ന് പറഞ്ഞാൽ കിഴക്ക് എന്നാണ് അർത്ഥം, ഈസ്റ്റ് എന്നാണ് അർത്ഥം. ഈസ്റ്റ് നിന്നാണ് ഈ വിൻഡ് വരുന്നത്, അതുകൊണ്ടാണ് പൂർവരിയ എന്ന് വിളിക്കുന്നത്. അപ്പൊ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൽ ഈ വിൻഡ് വരുന്നത് ഈസ്റ്റിൽ നിന്ന്. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ ഇതിനെ ഈസ്റ്റ് വിൻഡ് എന്ന് വിളിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ വരയ്ക്കേണ്ട പിക്ചർ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ പിക്ചർ വരച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ചിലപ്പോൾ ഈ പിക്ചർ വരച്ചാൽ നിങ്ങൾക്ക് ഒരു 1/2 മാർക്ക് കൂടുതൽ കിട്ടും. അങ്ങനെ ഒരു 3 ഇതിന്റെ ഉള്ളില് അപ്പോ ഈ 3 സംഭവത്തില്, അതായത് ഈ ഒരു 3 എന്താ ആൻസേഴ്സിൽ നിങ്ങൾ ചിലപ്പോൾ ഓരോ പിക്ചർ വെച്ച് വരച്ചാൽ നിങ്ങൾക്ക് 1.5 മാർക്ക് ചിലപ്പോൾ കിട്ടിയിരിക്കും. പക്ഷെ ആ 1.5 മാർക്ക് നമ്മുടെ റാങ്ക് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് മൺസൂണൽ വിൻസിന്റെ പിക്ചർ എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ലാൻഡ് ഫോർമേഷൻസ് ചിലപ്പോൾ നമുക്ക് വരയ്ക്കാനുണ്ടാവും. ചിലപ്പോൾ നമ്മളോട് ചോദിക്കുക ഇന്ത്യയിലെ ഫോൾഡ് മൗണ്ടനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളോട് ചോദിക്കുക ഇന്ത്യയിലെ ബ്ലോക്ക് മൗണ്ടൻസിനെ കുറിച്ച് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഫോൾഡ് മൗണ്ടൻസും ബ്ലോക്ക് മൗണ്ടൻസ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് ചിലപ്പോൾ പിക്ചറിൽ വരയ്ക്കേണ്ടതായിട്ട് വരും. അപ്പൊ നിങ്ങൾ എങ്ങനെയായിരിക്കും അത് വരയ്ക്കാൻ പോകുന്നത്? അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഇവിടെ വിന്ധ്യ മലനിരകൾ ഇവിടെയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക, ഇത് വിന്ധ്യ മലനിരകളാണ്. അതിന്റെ താഴെ നമുക്കറിയാം സത്പുര മലനിരകളുണ്ട്. അപ്പോൾ സത്പുര മലനിരകൾ ഇവിടെ ഓർത്തിരിക്കുക.
ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗാർഡ്സ് ഉണ്ട്. ആ ഒരു സൈഡിലായിട്ട് വെസ്റ്റേൺ ഗാർഡ്സ് കാണാൻ പറ്റും. ഇനി ഈസ്റ്റേൺ സൈഡിൽ നോക്കിക്കഴിഞ്ഞ് ഇങ്ങനെ വിട്ടിരിക്കുന്ന മലനിരകൾ കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ഈസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയാം. അപ്പൊ ഈസ്റ്റേൺ ഗാർഡ്സ് നിങ്ങൾ വരയ്ക്കുമ്പോൾ വിട്ട മലനിരകളായിട്ട് തന്നെ വരയ്ക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആരവല്ലി കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ആരവല്ലി. ഓക്കെ, അപ്പൊ ആരവല്ലി മാർഗ. അപ്പൊ ഇത്രയും ഫിസിക്കൽ ഡിവിഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആരവല്ലി ഈ ഒരു ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട്, വിന്ധ്യ റേഞ്ചസ് ഇവിടെയുണ്ട്, അതുപോലെ സത്പുര റേഞ്ചസ് ഇവിടെയുണ്ട്, വെസ്റ്റേൺ ഗാർഡ്സ് ഇവിടെയുണ്ട്, ഈസ്റ്റേൺ ഗാർഡ്സ് ഇവിടെ ഉണ്ട്. ഇനി ചോട്ടാ നാഗ്പൂർ റീജിയൻ ഈ ഒരു റീജിയൻ ആണെന്ന് മനസ്സിലാക്കുക. കാരണം ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ചോട്ടാ നാഗ്പൂർ റീജിയൻ കാണിക്കേണ്ടതായിട്ട് വരും. അതുപോലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് വരുന്ന പേപ്പേഴ്സ് ഉണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ നോർത്ത് ഈസ്റ്റേൺ റീജിയൻസ് മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നിങ്ങൾ ഒരു പണി ചെയ്യുക, ഇന്ത്യയുടെ എല്ലാ ഫിസിക്കൽ ഡിവിഷൻസും പഠിച്ചതിന് ശേഷം ഓരോരോ ഫീച്ചേഴ്സ്, ഇപ്പൊ ആരവല്ലി എവിടെ, വിന്ധ്യ എവിടെ, സത്പുര എവിടെ, നർമ്മദ തപി റിവേഴ്സ് എവിടെയാണ്, ചോട്ടാ നാഗ്പൂർ പ്ലേറ്റു എവിടെയാണ്, ഇതെല്ലാം നിങ്ങൾ സാവധാനം മാപ്പിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പഠിക്കണം. ഇനി ഇവിടെ നോക്കിയേ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, കമന്റ് ദ റിസോഴ്സ് പൊട്ടൻഷ്യൽ ഓഫ് ലോങ് കോസ്റ്റ് ലൈൻ ഓഫ് ഇന്ത്യ, ഹൈലൈറ്റ് ദ സ്റ്റാറ്റസ് ഓഫ് നാച്ചുറൽ ഹസാർഡ് പ്രിപ്പയർനെസ് ഇൻ ദിസ് റീജിയൻ. ഇതൊരു എന്താ പറയാ, ഇതൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്വസ്റ്റ്യനാ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എങ്ങനെ ആൻസർ എഴുതേണ്ടി വരും? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഫുൾ ഇന്ത്യയുടെ മാപ്പ് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഫുൾ ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ കോസ്റ്റ് ലൈൻ ആണല്ലോ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ആ ഗുജറാത്തിന്റെ റീജിയൻ തുടങ്ങി വെസ്റ്റേൺ കോസ്റ്റ് ലൈനും അതുപോലെ തന്നെ ഈസ്റ്റേൺ കോസ്റ്റ് ലൈനും ഒന്ന് വരച്ച് കാണിക്കാം. അതായത് ഇവിടം തുടങ്ങി ഇവിടം വരെ വെസ്റ്റേൺ കോസ്റ്റ് ലൈൻ, ഇത് ഈസ്റ്റേൺ കോസ്റ്റ് ലൈൻ. അപ്പൊ ഇവിടെ ഇന്ത്യ ഞാൻ മുഴുവനായിട്ട് വരച്ചിട്ടുണ്ടോ? ഇല്ല, വരച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ വരയ്ക്കണം നിർബന്ധമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇന്ത്യ മുഴുവനായിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഇത് മാത്രമേ കാണിക്കേണ്ടതായിട്ടുള്ളൂ. നിങ്ങൾ ഇത് മാത്രം കാണിക്കുക. അല്ല, ഇന്ത്യയുടെ ഫുൾ മാപ്പ് വരച്ചിട്ട് കോസ്റ്റ് ലൈൻ കാണിച്ചാൽ അത്രയും നല്ലത്. ഇനിയിപ്പോ അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാവുന്നതാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നിങ്ങൾ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, അതായത് ഡിസ്കസ് ദ നാച്ചുറൽ റിസോഴ്സ് പൊട്ടൻഷ്യൽ ഓഫ് ഡെക്കാൻ ട്രാപ്പ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡെക്കാൻ ട്രാപ്പിന്റെ നാച്ചുറൽ റിസോഴ്സ് പൊട്ടൻഷ്യൽ. ഇപ്പൊ ഡെക്കാൻ ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫുൾ ഇന്ത്യൻ പെനിൻസുല അല്ല ഡെക്കാൻ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ. ഇന്ത്യൻ പെനിൻസുലയുടെ ഒരു ഭാഗം മാത്രമാണ് എന്തെന്ന് പറയുന്നത്, ഇന്ത്യൻ പെനിൻസുലയുടെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിത് ഇവിടെ കാണിച്ചു തരാം, ഡെക്കാൻ ട്രാപ്പ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോ നോക്കിക്കോ നിങ്ങളിവിടെ. സോറി, ഇതിപ്പോ ഞാനിപ്പോ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി തന്നെ ഒരുപാട് മാപ്പുകൾ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ആക്ച്വലി ഇതുപോലെ തന്നെ കുറെ പ്രാവശ്യം മാപ്പ് വരച്ചു കഴിയുമ്പോൾ നിങ്ങൾ പഠിക്കും ഇതെങ്ങനെ പെട്ടെന്ന് വരയ്ക്കാം എന്നുള്ള കാര്യം. അപ്പൊ അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അത് നിങ്ങളുടെ ഉള്ളിലോട്ട് തന്നെ വന്നോളും. ഇപ്പൊ ഡെക്കാൻ റീജിയൻ എന്ന് പറയുമ്പോൾ ഈ ഒരു റീജിയൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു റീജിയൻ മാത്രം മാർക്ക് ചെയ്തിട്ട് അതിന്റെ ആൻസർ എഴുതാം. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കാൻ പഠിക്കുക, അതിനുശേഷം 6 ഫിസിക്കൽ ഡിവിഷൻസ് പഠിക്കുക, അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ വരുന്ന മേജർ ലാൻഡ് ഫോംസ് പഠിക്കുക, ഈ പറയുന്ന പോലെ ആരവല്ലി, വിന്ധ്യ, സത്പുര പോലെയുള്ള മരനിരകള്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാപ്പുകൾ അവിടെ രേഖപ്പെടുത്തുക. അപ്പൊ ഇവിടെ എന്താണോ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്, ഇപ്പൊ ഇവിടെ ചോദിച്ചിട്ടുണ്ട് എക്സാമിൻ ദ പൊട്ടൻഷ്യൽ ഓഫ് വിൻഡ് എനർജി ഇൻ ഇന്ത്യ ആൻഡ് ഇവാലുവേറ്റ് ദ റീസൺസ് ഫോർ ദെയർ ലിമിറ്റഡ് സ്പേഷ്യൽ സ്പ്രെഡ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ വിൻഡ് എനർജി പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ നമുക്കറിയാം ഇന്ത്യക്ക് വിൻഡ് എനർജി പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലങ്ങളാണ് ഏതൊക്കെ, തമിഴ്നാട്, ഗുജറാത്ത് റീജിയൻ. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കുക, തമിഴ്നാട്, ഗുജറാത്ത് റീജിയൻസ് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവിടെ വരുന്ന മേജർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒരുപാട് നമുക്ക് മാപ്പ് വരയ്ക്കാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. ഇനി എങ്ങനെയാണ് വേൾഡ് മാപ്പ് വരയ്ക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇന്ത്യൻ മാപ്പ് വരച്ച പോലെ തന്നെ കുറച്ച് സ്ഥലങ്ങൾ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇന്ത്യൻ മാപ്പ് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ത്യൻ മാപ്പ് വരയ്ക്കാൻ എളുപ്പമാണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാം നിങ്ങൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കുക, ഇന്ത്യൻ മാപ്പ് നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. ഇന്ത്യൻ മാപ്പിൽ ഫസ്റ്റ് ഞാൻ നോർത്ത് അമേരിക്കയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോർത്ത് അമേരിക്ക ആദ്യം വരയ്ക്കാൻ പോവുകയാണ്. അപ്പൊ നോർത്ത് അമേരിക്ക ആദ്യം വരയ്ക്കുമ്പോൾ നമ്മുടെ നോർത്ത് അമേരിക്കയുടെ ഈ ഒരു ഭാഗം,
അതായത് ഈ എന്താ നമ്മുടെ അലൂഷ്യൻ ഐലൻഡ്സ് ഒക്കെ വരുന്ന ഭാഗം, ഇത് അലൂഷ്യൻ ഐലൻഡ് ആണ് ഞാൻ ഈ നീട്ടി വരയ്ക്കുന്നത്. അലൂഷ്യൻ ഐലൻഡ്സ് വരുന്ന ഭാഗം, അതുപോലെ തന്നെ അലാസ്കൻ കോസ്റ്റ്, ഇതാണ് നമ്മുടെ അലാസ്കയുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. അലാസ്കൻ കോസ്റ്റ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇതാണ് കാലിഫോർണിയ എന്ന് പറയുന്ന ഒരു ഭാഗം, കാലിഫോർണിയ ഓർത്തിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാലിഫോർണിയയിൽ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ എന്താ പനാമ റീജിയൻ, ഹോണ്ടുറാസ്, ആ റീജിയനിലോട്ട് വരുന്നത്. ഇനി മുകളിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബേ കാണാൻ പറ്റും, ഹഡ്സൺ ബേ. അപ്പൊ ആ ഹഡ്സൺ ബേക്കുള്ള ഒരു സ്പേസ് ഇടുക. അത് കഴിഞ്ഞ് ആ ഹഡ്സൺ ബേ ക്ലോസ് ചെയ്യുന്ന പോലെ ഒരു ഫിഗർ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ ഒരു ഹോൺ പോലെ വരയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോർത്ത് അമേരിക്കയുടെ ഈ ഒരു ഭാഗം ഹോൺ പോലെയാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് വന്നതിന് ശേഷം നമ്മൾ ഫ്ലോറിഡ പോലെ വരയ്ക്കണം. ഫ്ലോറിഡ വരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളില് നമ്മൾ ഗൾഫ് ഓഫ് മെക്സിക്കോ മാർക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഈ ഒരു ഭാഗത്തായിട്ട് ഗൾഫ് ഓഫ് മെക്സിക്കോ വരച്ചിട്ട് നിങ്ങൾ ഇപ്പുറത്തെ സൈഡ് വരച്ചാൽ മതി. അപ്പൊ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇവിടെ നമ്മുടെ ഫ്ലോറിഡ വരയ്ക്കുന്നു, അതിനുശേഷം ഞാൻ ഗൾഫ് ഓഫ് മെക്സിക്കോ. ആ ഗൾഫ് ഓഫ് മെക്സിക്കോ കറക്റ്റ് ആയിട്ട് കാണിക്കണം കേട്ടോ. ഗൾഫ് ഓഫ് മെക്സിക്കോ കാണിക്കുന്നു, ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഗൾഫ് ഓഫ് മെക്സിക്കോ, പിന്നെ ഇവിടെ മറ്റേ ഹോണ്ടുറാസ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അത് ജസ്റ്റ് കാണിക്കുന്നു. ഇനി ഇവിടെ നമ്മുടെ പനാമ റീജിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സൗത്ത് അമേരിക്കയാണ്. അപ്പൊ സൗത്ത് അമേരിക്കയിലോട്ട് വരുമ്പോൾ നിങ്ങൾ എടുത്തു നോക്കേണ്ട കാര്യം ബ്രസീലിന്റെ ബൾജ് ആണ്. മനസ്സിലായ? ബ്രസീലിയൻ റീജിയനിൽ ഒരു ബൾജ് ഉണ്ടല്ലോ, ആ ബൾജ് കൃത്യമായിട്ട് വരയ്ക്കുക. കാരണം ആ ബൾജ് ആണ് നമ്മുടെ ആഫ്രിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റുമായിട്ട് ജിക്സോ ഫിറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു റാ പോലെ വരയ്ക്കുക. റാ പോലെ വരച്ചിട്ട് ഇവിടെ നമ്മുടെ ചിലിയുടെ റീജിയൻ, പെറു ചിലി റീജിയനിൽ എത്തുമ്പോൾ ഒരു ചെറിയൊരു ഡിപ്രഷൻ വരും. അതിനുശേഷം ഇവിടെ നമ്മുടെ നോർത്ത് അമേരിക്കയുടെ ആ ഒരു എന്താ ഇത് വരയ്ക്കുക, എഡ്ജ് പോലത്തെ സംഭവം, ചിലിയുടെ ആ ഒരു അറ്റം, അത് വരയ്ക്കുക. അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റും സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റും കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ, ഇത് നിർബന്ധമില്ല, ഗ്രീൻലാൻഡ് നിങ്ങൾക്ക് എവിടെയെങ്കിലും വരയ്ക്കേണ്ടതായിട്ട് വന്നാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രീൻലാൻഡ് വരയ്ക്കേണ്ടതായിട്ട് വന്നാൽ മാത്രം. അതർവൈസ് നിങ്ങൾ ഗ്രീൻലാൻഡ് അവിടെ വരയ്ക്കണം എന്നുള്ളത് നിർബന്ധമൊന്നുമല്ല. അപ്പൊ നിങ്ങൾ ഇവിടെ സൗത്ത് അമേരിക്ക വരച്ചു അല്ലെ, നിങ്ങൾ ഇവിടെ സൗത്ത് അമേരിക്ക വരച്ചു. ഇനി ആ സൗത്ത് അമേരിക്കയുടെ ആ സംഭവം ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച്, ഇതിപ്പോ സൗത്ത് അമേരിക്ക ഇവിടെയാണെങ്കിൽ കുറച്ച് ഇങ്ങോട്ടേക്ക് കയറ്റി നമ്മുടെ ആഫ്രിക്കയുടെ ആ ഒരു കുഴി വരയ്ക്കുക. നമുക്കറിയാലോ ആഫ്രിക്കയ്ക്ക് എന്താ മറ്റേ ഗൾഫ് ഓഫ് ഗാനയുടെ അവിടെ ചെറിയൊരു ഡിപ്രഷൻ ഉണ്ട്. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് വരയ്ക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ വരച്ചു വരുമ്പോ നമുക്ക് ഇവിടെ ഇങ്ങനെ എന്താ ആ ഒരു ആഫ്രിക്കയുടെ ആ ഒരു സൗത്ത് അമേരിക്ക ഫിറ്റ് ചെയ്യാൻ കണക്കാക്കിയുള്ള ഒരു സംഭവം നമ്മൾ വരയ്ക്കുന്നു. എന്നിട്ട് ആഫ്രിക്കയുടെ ബാക്കി ഭാഗം നമ്മൾ വരയ്ക്കുന്നു. അപ്പൊ ആഫ്രിക്കയുടെ ബാക്കി ഭാഗം വരയ്ക്കുമ്പോൾ നമ്മൾ ഈസ്റ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ആഫ്രിക്കയുടെ ഈസ്റ്റിലായിട്ട് ആരിയ്ക്കുന്നുണ്ട്, മഡഗാസ്കർ എന്ന് പറയുന്ന ഒരു സ്ഥലവിരിപ്പുണ്ട്. അപ്പൊ ആ മഡഗാസ്കറിന് ഇരിക്കാനുള്ള സ്പേസ് കൊടുക്കുക. കാരണം മഡഗാസ്കർ ആഫ്രിക്കയിൽ നിന്ന് വിട്ടുപോയ ഒരു ഭാഗമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പൊ ആ മഡഗാസ്കറിനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ട് അതിന്റെ ഇപ്പുറത്ത് നിങ്ങൾ മഡഗാസ്കർ വരയ്ക്കുക. കാരണം ഈ ഒരു ഗ്യാപ്പിൽ നിന്നാണ് ഈ പുള്ളി വിട്ടു പോന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ഹോൺ ഓഫ് ആഫ്രിക്ക. അപ്പൊ നമുക്കറിയാം ആ ഒരു എന്താ ഹോൺ ഓഫ് ആഫ്രിക്ക ആ ഒരു റീജിയനിലാണ് നമ്മുടെ എന്താ ഗൾഫ് അറേബ്യൻ പെനിൻസുല കിടക്കുന്നത് അല്ലെ. അപ്പോ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ആ ഹോൺ ഓഫ് ആഫ്രിക്ക പ്രോപ്പർ ആയിട്ട് വരയ്ക്കുക. ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു ഭാഗം, ഹോൺ പോലെ കണ്ട ഒരു കൊമ്പ് പോലെ വരയ്ക്കുക. കൊമ്പ് പോലെ വരച്ചിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ പോകുന്നു. ഇവിടെ നമ്മൾ ഇങ്ങനെ പോയി ദേ കണ്ട, ഇവിടെയാണ് നമ്മുടെ അറേബ്യൻ പെനിൻസുല, എന്താ ഗൾഫ് നേഷൻസ് വരുന്ന സ്ഥലം. അതിനുശേഷം നമ്മൾ ഇങ്ങനെ വളച്ചിട്ട് ആ അറേബ്യൻ പെനിൻസുല കംപ്ലീറ്റ് ചെയ്യുകയാണ് അവിടെ. കണ്ടോ, അറേബ്യൻ പെനിൻസുല കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇറാൻ പാകിസ്ഥാൻ കോസ്റ്റ് ആണ് ഈ കാണുന്നത്. ഇറാൻ പാകിസ്ഥാൻ കോസ്റ്റിലോട്ട് വരുന്നു. അത് നമ്മുടെ ഇന്ത്യയുടെ ചെറിയൊരു ഗുജറാത്തിന്റെ ഒരു ബൾജ് അവിടെ കാണിച്ചിട്ട് നമ്മൾ ഇന്ത്യ വരയ്ക്കുകയാണ്. കണ്ടോ, ഇന്ത്യ വരച്ചു. ഇനി ഇന്ത്യയുടെ നമ്മുടെ ആ റായലസീമ ഭാഗത്ത് ഒരു മടക്കൊക്കെ വരച്ചു. അതിനുശേഷം നമ്മുടെ ഇവിടെ മ്യാൻമർ പോലത്തെ രാജ്യങ്ങളുണ്ട്. മ്യാൻമർ, അതുപോലെ തന്നെ തായ്ലൻഡ്, വിയറ്റ്നാം, വിയറ്റ്നാം, ലാവോസ് ഒക്കെ പോലത്തെ രാജ്യങ്ങൾ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ഇങ്ങോട്ട് വരുമ്പോൾ കൊറിയൻ പെനിൻസുലയും കാര്യങ്ങളൊക്കെ കാണാം. കൊറിയൻ പെനിൻസുല അവിടെ നിന്ന് പിന്നെ നമ്മൾ മേളിലോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ റഷ്യയുടെ ഭാഗങ്ങളും കാര്യങ്ങളും ഇങ്ങനെ. ഓക്കെ, അപ്പൊ നമ്മൾ അത് വരച്ചു, ആ ഒരു സൈഡ് വരച്ചു. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഇന്തോനേഷ്യൻ ഐലൻഡുകള്,
അപ്പൊ ഇന്തോനേഷ്യ, ഞാനിവിടെ ഇന്തോനേഷ്യ കാണിക്കാൻ പോവുകയാണ്. ഇന്തോനേഷ്യയുടെ 3 ഐലൻഡുകളും കാര്യങ്ങളും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാം, ഇവിടെ അടുത്ത ഐലൻഡ്സ്, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഫിലിപ്പീൻസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതുപോലെ ജപ്പാൻ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ജപ്പാൻ കിടക്കുന്നുണ്ട്. ഇത്രയും ഡീറ്റെയിൽ ഒന്നും വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇത്രയും ഡീറ്റെയിൽ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, ഇന്ത്യ ഈ ഒരു മേളിലത്തെ ഭാഗം അത്രയും കൊടുക്കുക. പിന്നെ പിന്നെ നമ്മുടെ ഓസ്ട്രേലിയ വരയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്. താഴെ ഇങ്ങനെ ഒരു മടക്ക് കണ്ടാ, ഒരു ക്യാഷിന്റെ ഇട്ടൊക്കെ വരയ്ക്കുന്ന പോലെ വരയ്ക്കാം. മേളിലോട്ട് വരുമ്പോൾ ജസ്റ്റ് 2 പ്രൊജക്ഷൻസ് കൊടുക്കാം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓസ്ട്രേലിയ. ഇനി ഇവിടെ നമ്മൾ ഇത്രയും വരച്ച് നമ്മൾ ഏഷ്യയുടെ മുകൾ ഭാഗം വരെ എത്തി. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മെഡിറ്ററേനിയൻ സീനെ കുറിച്ച് ഓർക്കാം. അപ്പൊ മെഡിറ്ററേനിയൻ സീനെ കുറിച്ച് ഓർക്കുമ്പോൾ മെഡിറ്ററേനിയൻ സീയിലോട്ട് നമ്മൾ വരുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ടത് ഇറ്റലിനെ കുറിച്ചാണ്. ഇറ്റലി ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്. ഓക്കെ, ഈ ഒരു ഭാഗത്തോട്ട് ഇറ്റലി ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഇവിടെ സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ ഉണ്ട്. ഞാൻ ഈ വരയ്ക്കുന്ന ആരോ കാണുന്ന സ്ഥലത്ത് സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ ഉണ്ട്. അപ്പൊ അവിടെയാണ് നമ്മുടെ സ്പെയിൻ, പോർച്ചുഗൽ പോലത്തെ രാജ്യങ്ങൾ വരിക. അപ്പൊ അതൊന്ന് വരയ്ക്കുക. സ്പെയിൻ, പോർച്ചുഗൽ പോലത്തെ രാജ്യങ്ങൾ വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ മേളിലോട്ട് പോകുമ്പോൾ ഇവിടെയായിട്ട് നമ്മുടെ ബ്രിട്ടൻ കിടക്കുന്നുണ്ട്. അതൊന്ന് ഓർക്കാം, ബ്രിട്ടൻ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ പോയി വരുമ്പോൾ നമുക്ക് ഇവിടെയായിട്ട് കാണാൻ പറ്റുന്ന വേറൊരു കാര്യമാണ്, നമ്മുടെ നോർവേ, ഫിൻലൻഡ് ഉണ്ടല്ലോ, ആ 2 രാജ്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. ഇപ്പുറത്തോട്ട് അവരുടെ ചെറിയൊരു എക്സ്റ്റൻഷൻ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്നും വരയ്ക്കണ്ട. അവിടെ നമുക്ക് പ്രത്യേകിച്ച് ലാൻഡ് ഫോംസോ കാര്യങ്ങളൊന്നും കാണിക്കാനില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു വേൾഡ് മാപ്പ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വേൾഡ് മാപ്പ്. നിങ്ങൾക്ക് ഇത് വരച്ചെടുക്കാൻ സമയം എടുക്കും എന്ന് എനിക്കറിയാം. നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, പിന്നെ ആഫ്രിക്ക, പിന്നെ നമ്മൾ ഏഷ്യയുടെ ബാക്കി ഭാഗങ്ങൾ, അത് നമ്മൾ ഓസ്ട്രേലിയയിലോട്ട് വരുന്നു. പിന്നെ നമ്മൾ യൂറോപ്പ്, ബാക്കി മെഡിറ്ററേനിയൻ സീ വരച്ച് യൂറോപ്പ് വരച്ച് നോർത്തിലോട്ട് വരച്ചു പോകുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വേൾഡ് മാപ്പ് വരയ്ക്കുന്നത്. ഇനി വേൾഡ് മാപ്പ് വരയ്ക്കുമ്പോൾ വേൾഡ് മാപ്പിന്റെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം വരയ്ക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല, എല്ലാം വരയ്ക്കേണ്ടിയും വരില്ല. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് വരയ്ക്കാനുണ്ടാവുക ഈ ഒരു ഭാഗമാണ്, അറ്റ്ലാന്റിക് ഓഷ്യൻ. ഓഷ്യൻ കറണ്ടുകളെ കുറിച്ച് ചോദിച്ചാലും മൗണ്ടൻ റേഞ്ചസിനെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാലൊക്കെ ഓഷ്യൻ കറണ്ടുകളെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം വരയ്ക്കേണ്ടി വരും. മൗണ്ടൻ റേഞ്ചസുകളെ കുറിച്ച് ചോദിച്ചാൽ പസഫിക് ഓഷ്യൻ വരയ്ക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഞാനത് കാണിച്ചു തരാം. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നോക്കണ്ട, ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ബ്രീഫ്ലി മെൻഷൻ ദ അലൈൻമെന്റ് ഓഫ് മേജർ മൗണ്ടൻ റേഞ്ചസ് ഓഫ് ദ വേൾഡ് ആൻഡ് എക്സ്പ്ലെയിൻ ദെയർ ഇമ്പാക്ട് ഓൺ ലോക്കൽ വെതർ കണ്ടീഷൻ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിട്ടുണ്ട് അലൈൻമെന്റ് ഓഫ് മേജർ മൗണ്ടൻസ്. അലൈൻമെന്റ് ഓഫ് മേജർ മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൗണ്ടൻസ് വരയ്ക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫുള്ള് വേൾഡ് മാപ്പ് വരയ്ക്കാൻ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ മേജർ മൗണ്ടൻസ് വരയ്ക്കാം. മേജർ മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ നോർത്ത് അമേരിക്ക വരും. ഓക്കെ, നമ്മുടെ നോർത്ത് അമേരിക്ക ആദ്യം വരും. അപ്പൊ നോർത്ത് അമേരിക്ക വരുമ്പോ ഇത് ഹഡ്സൺ ബേ, ഇത് ഫ്ലോറിഡ, ഇത് ഗൾഫ് ഓഫ്, ഇത് അപ്പൊ നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കുക. നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും വരയ്ക്കുക. ഇത്രയും വരച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റോക്കീസ് മൗണ്ടൻസ് ഇങ്ങനെ കാണിക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ആൻഡീസ് മൗണ്ടൻസ് കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് തന്നെ ആൻഡീസ് മൗണ്ടൻസും റോക്കീസ് മൗണ്ടൻസും ഇവിടെ നമുക്ക് കാണിക്കാം. ഇത് റോക്കീസ് ആണ്, അതുപോലെ ഇത് ആൻഡീസ് മൗണ്ടൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 2 ഇത് വെച്ചിട്ട് എന്താ 2 ഫോൾഡ് മൗണ്ടൻസ് ഇവിടെ കാണിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആഫ്രിക്ക ഇവിടെ വരയ്ക്കാം. ആഫ്രിക്ക വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരു സൗത്ത് അമേരിക്കനെ ഫിറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം, അത് വരയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പണി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഹോൺ ഓഫ് ആഫ്രിക്കയാണ്. ഹോൺ ഓഫ് ആഫ്രിക്ക ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു അറേബ്യൻ പെനിൻസുലയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റ്ലസ് മൗണ്ടൻസ് കാണിക്കാം.
മനസ്സിലായോ? ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റ്ലസ് മൗണ്ടൻസ് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിമാലയ കാണിക്കാൻ തോന്നുകയാണ്. ഹിമാലയ കാണിക്കാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ മുകളിലായിട്ട് നമുക്ക് ഹിമാലയൻ മൗണ്ടൻസ് ഇവിടെ കാണിക്കാം. അപ്പോൾ വേൾഡ് ഫോൾഡ് മൗണ്ട് എന്ന് പറഞ്ഞാൽ വേൾഡിന്റെ മൊത്തം ഫിഗർ ഒന്നും വരയ്ക്കണ്ട. ഇത്രയും ഫിഗറിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ കോണ്ടിനെന്റ് ഓരോ ഫസ്റ്റത്തെ തിങ് വേൾഡ് മാപ്പ് ആസ് എ ഹോൾ എങ്ങനെ വരയ്ക്കണം എന്ന് ഓർത്തിരിക്കുക. രണ്ടാമത്തെ കാര്യം ഓരോ കോണ്ടിനെന്റും എങ്ങനെ വരയ്ക്കണം എന്ന് ഓർത്തിരിക്കുക. ഓരോ കോണ്ടിനെന്റിലും കാണുന്ന ഫിഗേഴ്സ് എന്താണ്, ഓരോ ഫിഗറിലും കാണുന്ന സംഭവങ്ങൾ, അതായത് ഓരോ കോണ്ടിനെന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് എന്ന് നോക്കുക. ഓക്കെ, ഇനി ആ കോണ്ടിനെന്റിൽ തന്നെ ഫോൾഡ് മൗണ്ടൻസ് എവിടെയുണ്ട് ഉണ്ട്, അതുപോലെ തന്നെ പ്ലേറ്റ്യൂസ് എവിടെയുണ്ട്, ഇതൊക്കെ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് ഒരു കോണ്ടിനെന്റ് വരച്ചിട്ട് ആ കോണ്ടിനെന്റിൽ മാർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം. അതായത് ഇപ്പൊ നോർത്ത് അമേരിക്ക മാത്രം വരയ്ക്കാനായിട്ട് അറിഞ്ഞിരിക്കുക, സൗത്ത് അമേരിക്ക മാത്രം വരയ്ക്കാനായിട്ട് ഓർത്തിരിക്കുക, ആഫ്രിക്ക മാത്രം വരയ്ക്കാനായിട്ട് പഠിക്കുക, ഓസ്ട്രേലിയ മാത്രം വരയ്ക്കാൻ പഠിക്കുക, ഏഷ്യ മാത്രം പഠിക്കുക. ഓക്കെ, അപ്പൊ ഓരോ കോണ്ടിനെന്റൽ വൈസ് ആയിട്ട് പഠിക്കുക. ഇത് കൂടാതെ ഓഷ്യൻസ് ഓരോന്നും എടുത്ത് പഠിക്കുക. അറ്റ്ലാന്റിക് ഓഷ്യൻ, അപ്പൊ അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോ മുഴുവനും വരയ്ക്കേണ്ട കാര്യം വരില്ല. മനസ്സിലായോ? അതായത് അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ വേൾഡ് മാപ്പ് മുഴുവനൊന്നും വരയ്ക്കേണ്ട. ഏകദേശം നിങ്ങൾ ആ നോർത്ത് അമേരിക്ക വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം നിങ്ങൾ നോർത്ത് അമേരിക്ക വരച്ചു, അതുപോലെ തന്നെ നിങ്ങൾ ഏകദേശം സൗത്ത് അമേരിക്ക വരച്ചു എന്ന് വിചാരിക്കുക. ഇത് രണ്ടും വരച്ചാൽ തന്നെ നിങ്ങളുടെ അറ്റ്ലാന്റിക് ഓഷ്യന്റെ ഒരു സൈഡ് കഴിയും. അതായത് നിങ്ങൾ ഇവിടെ ഇപ്പൊ നോർത്ത് അമേരിക്ക വരച്ചു, ഇനി നിങ്ങൾ ഇവിടെ സൗത്ത് അമേരിക്ക വരച്ചു. ഓക്കെ, അപ്പൊ അറ്റ്ലാന്റിക് ഓഷ്യന്റെ ഒരു സൈഡ് കഴിഞ്ഞു. ഇനി അപ്പുറത്തെ സൈഡ് ആരാണ്? അപ്പുറത്തെ സൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞു ആരാണ്? ആഫ്രിക്കയാണ് അല്ലെ? അപ്പുറത്തെ സൈഡ് ആഫ്രിക്കയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ആഫ്രിക്ക വരച്ചു എന്ന് വിചാരിക്കും. നിങ്ങൾ ഇവിടെ ആഫ്രിക്ക വരച്ചു. ഓക്കെ, നിങ്ങളിവിടെ ആഫ്രിക്ക വരച്ചതിന് ശേഷം നിങ്ങളിവിടെ നമ്മുടെ യൂറോപ്പിന്റെ കുറച്ച് ഭാഗം, എക്സാക്ട്ലി അതുപോലെ ഒന്നും അല്ലെങ്കിലും യൂറോപ്പിന്റെ കുറച്ച് ഭാഗം വരച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇത് അറ്റ്ലാന്റിക് ഓഷ്യനായി. ഇനിയിപ്പോ നിങ്ങൾ പുറകിലോട്ടുള്ള ഏഷ്യ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അറ്റ്ലാന്റിക് ഓഷ്യൻ നിങ്ങളിവിടെ വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, വേൾഡ് മാപ്പ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ഫുൾ ഒന്നും വരയ്ക്കണം എന്നില്ല. വേൾഡ് ഫുൾ ഇപ്പൊ ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ചോദിച്ചെങ്കിൽ വേൾഡ് മാപ്പ് ഫുള്ളും വരച്ചിട്ട് വരച്ച് കാണിക്കണം. അല്ല ഇപ്പോലെ അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ് കാണിക്കുന്നെങ്കിൽ അറ്റ്ലാന്റിക് ഓഷ്യൻ മാത്രം വരയ്ക്കുക. പസഫിക് ഓഷ്യൻ ആണ് വരയ്ക്കുന്നെങ്കിൽ പസഫിക് ഓഷ്യൻ മാത്രം വരയ്ക്കുക. കോണ്ടിനെന്റ് ആണെങ്കിൽ ഓരോരോ കോണ്ടിനെന്റും മാത്രം വരയ്ക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാ വരയ്ക്കേണ്ടത്. നോക്കിക്കേ, ഡിസ്ക്രൈബ് ദ സോറി വൈ ഈസ് ഇന്ത്യ, ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് പെൻ എടുത്തോട്ടെ. ഓക്കെ, വൈ ഈസ് ഇന്ത്യ കൺസിഡേർഡ് as subcontinent? ഇലാബറേറ്റ് യുവർ ആൻസർ. ഇതിൽ എന്ത് വരച്ചാൽ മതി? ഇതിൽ നമ്മൾ ഏഷ്യയുടെ, അതായത് നമ്മൾ ആഫ്രിക്കയുടെ സൈഡ് ഒന്നും വരയ്ക്കേണ്ട, ജസ്റ്റ് ഇന്ത്യയുടെ ഈ ഒരു മാപ്പ് മാത്രം വരച്ചാൽ മതി. ഇന്ത്യ ഇങ്ങനെ എന്താ ഇതിൽ നിൽക്കുന്നത്, അതായത് ഇന്ത്യ ഇങ്ങനെ കയറി നിൽക്കുന്നതായിട്ട്, താഴോട്ടേക്ക് ഇറങ്ങി നിൽക്കുന്നതായിട്ട് ഇന്ത്യൻ ഓഷ്യൻ വരയ്ക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഫ്രിക്കയുടെ പോർഷൻസ് വരയ്ക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ സബ് കോണ്ടിനെന്റൽ പോർഷൻ മാത്രം വരച്ചാലും മതി. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഏഷ്യയുടെ മാപ്പ് വരയ്ക്കുക, എന്നിട്ട് ഇന്ത്യ താഴോട്ടേക്ക് ബൾജ് ചെയ്തിരിക്കുന്നതായിട്ട് കാണിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് പറയാം എന്തുകൊണ്ട് ഇന്ത്യ സബ് കോണ്ടിനെന്റ് ആവുന്നു. ഇനി ഈ ക്വസ്റ്റ്യൻ കണ്ട, ബ്രീഫ്ലി മെൻഷൻ ദ അലൈൻമെന്റ് ഓഫ് മേജർ മൗണ്ടൻ റേഞ്ചസ് ഇൻ ദ വേൾഡ്. ഇവിടെ ക്വസ്റ്റ്യൻ മൗണ്ടൻ റേഞ്ചസ് ഇൻ ദ വേൾഡ് ആണ്. അപ്പൊ വേൾഡ് മാപ്പ് മൊത്തത്തിൽ വരയ്ക്കണം. അതിൻ്റെ ഉള്ളിൽ ആൻഡീസ് മൗണ്ടൻസ്, റോക്കീസ് മൗണ്ടൻസ്, ഞാൻ നേരത്തെ കാണിച്ചല്ലോ അറ്റ്ലസ് മൗണ്ടൻസ്, അതുപോലെ തന്നെ ഹിമാലയാസ്, ഉറാൽ മൗണ്ടൻസ്, ഇതെല്ലാം കാണിക്കേണ്ടതായിട്ട് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, മിനറൽ ഓയിൽ ഡിസ്ട്രിബ്യൂഷൻ. മിനറൽ ഓയിൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ വേൾഡ് മാപ്പ് വരയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ ഗൾഫ് റീജിയൻ, പേർഷ്യൻ ഗൾഫ് മാർക്ക് ചെയ്യുക, സൗത്ത് ചൈന സീ മാർക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സൗത്ത് അമേരിക്കയുടെ നോർത്തേൺ ഭാഗങ്ങൾ, വെനിൻസുലയൊക്കെ വരുന്ന ഭാഗം അത് മാർക്ക് ചെയ്യുക, ഗൾഫ് ഓഫ് മെക്സിക്കോ മാർക്ക് ചെയ്യുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും എന്താണോ
ചോദിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ വേൾഡ് മാപ്പിന്റെ പർട്ടിക്കുലർ ഭാഗം മാർക്ക് ചെയ്താൽ മതി. ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ വേൾഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ക്വസ്റ്റ്യൻ, വേൾഡ് മൊത്തം വരയ്ക്കണം. ഏഷ്യനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഏഷ്യ മാത്രം വരയ്ക്കണം. ഇന്ത്യ എന്തുകൊണ്ട് സബ് കോണ്ടിനെന്റ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യനിലോട്ട് ബൾജ് ചെയ്ത് നിൽക്കുന്ന പോലെ വരയ്ക്കുക. ആ ഏഷ്യയിൽ ഇന്ത്യ എങ്ങനെ ഇരിക്കുന്നു, ഇന്ത്യ മാത്രം വരച്ചിട്ട് കാര്യമില്ല. ഇന്ത്യയുടെ മാപ്പ് അല്ല അവിടെ വരയ്ക്കേണ്ടത്, അവിടെ വരയ്ക്കേണ്ടത് ഏഷ്യയുടെ മാപ്പ്. അതിൽ ഇന്ത്യ ആ ഇന്ത്യൻ ഓഷ്യനിലോട്ട് ബൾജ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് വരയ്ക്കുക. പിന്നെ ഇന്ത്യയുടെ ഹിമാലയ മാർക്ക് ചെയ്യുക, സുലൈമാൻ കിർത്താർ റേഞ്ചസ് മാർക്ക് ചെയ്യുക, പൂർവാഞ്ചൽ റേഞ്ചസ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇന്ത്യ എങ്ങനെ സബ് കോണ്ടിനെന്റ് ആവുന്നു എന്ന് എഴുതുകയും വരയ്ക്കുകയും വേണം. അപ്പോൾ അപ്പൊ ഇത്രയുമാണ് നമുക്ക് മാപ്പിങ്ങിന്റെ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ള. അപ്പം ഇതൊരു ചെറിയ സെഷൻ ആയിരുന്നു. ഇനി നിങ്ങൾക്ക് ഇത്തരം സെഷൻസ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് ലൈവ് ക്ലാസ് വേണം, കൂടെ ഇരുന്ന് വരച്ചു നോക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ലൈവ് ക്ലാസ് സംഘടിപ്പിക്കുന്നതാണ്. സ്ലോലി നമുക്ക് ഒരുമിച്ച് വരച്ച് നോക്കാനായിട്ട് ഒരു ക്ലാസ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സെഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് മെയിൻസിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ UPSCക്ക് വേണ്ട എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ. ഹാവ് എ നൈസ് ഡേ.